إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നാം ഓരോരുത്തരും. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും അതുപോലെ ഈദുൽ അദ്ഹയും ബലികർമ്മവും അയ്യാമുത്ത് തശ്രീഖുമെല്ലാം ഒന്നിച്ചു വരുന്ന വളരെ പുണ്യമുള്ള ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അത് കഴിഞ്ഞുള്ള 3 ദിവസങ്ങളും. പരിശുദ്ധ ഇസ്ലാമിൽ റമദാനിനെ പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ പുണ്യദിനങ്ങൾ. പലപ്പോഴും വിശുദ്ധ റമദാനിനെക്കുറിച്ച് അതിന്റെ പ്രാധാന്യവും മഹത്വവുമെല്ലാം മനസ്സിലാക്കുകയും അതിന് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പലരും ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ ദിനങ്ങളുടെ മഹത്വങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ഫജ്റിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകളും തന്നെയാണ് സത്യം. ആ 10 രാവുകളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, ഇബ്നു അബ്ബാസും അബ്ദുല്ലാഹി ഇബ്നു സുബൈറും ഇമാം മുജാഹിദും ഇങ്ങനെയുള്ള സലഫുകളിലും ഖലഫുകളിലും പെട്ടിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ
അവരെല്ലാവരും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് ഇവിടെ 10 ദിവസങ്ങളെന്ന് പറഞ്ഞാൽ, 10 രാത്രികളെന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽക്കുള്ള രാവുകളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ശ്രേഷ്ഠത കൽപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു ഒരു കാര്യത്തെ സംബന്ധിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം അള്ളാഹുവിന്റെ അടുക്കൽ അത്രമാത്രം ഉണ്ട് എന്നാണ്. പലപ്പോഴും മനുഷ്യന്മാർ അശ്രദ്ധമായി കിടക്കുന്ന, എന്നാൽ അതിന്റെ ഗൗരവം വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് പലപ്പോഴും അള്ളാഹു സത്യം ചെയ്യാറുള്ളത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക രാജ്യത്തെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സത്യങ്ങളാണ്. അതിലൊക്കെ മനുഷ്യന്മാർക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആലോചിക്കാനുമുണ്ട്. ഇവിടെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ വേണ്ടിയും അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് അതിനെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് ഹജ്ജിൽ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. ഹജ്ജിന്റെ കർമ്മങ്ങളും അതിന്റെ ദിവസങ്ങളെക്കുറിച്ചും അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു, നിങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ, അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കണം. ഏതാണ് ഈ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് അയ്യാമുൽ അശ്റാണ്, അഥവാ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഖുർആൻ തന്നെ ഊന്നിപ്പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് സഹോദരന്മാരെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേദഗ്രന്ഥം നൽകാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചു. 30 ദിവസമാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ 10 ദിവസം കൂടി കൂട്ടിക്കൊടുത്തു. ആ കൂട്ടി വർദ്ധിപ്പിച്ചു കൊടുത്ത 10 ദിവസം ഈ അയ്യാമുൽ അശ്ർ ആയിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധി ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് സഹോദരന്മാരെ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രാധാന്യം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രവാചകൻ പറയും, മൽ അമലു ഫി അയ്യാമിൻ അഫ്ളു മിൻഹാ ഫി ഹാദി. നിങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ മഹത്വമുള്ള മറ്റൊരു അമലും തന്നെയില്ല, മറ്റൊരു പ്രവർത്തനവും തന്നെയില്ല. സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അതിനേക്കാൾ മഹത്വമുള്ളതാണോ ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലു സ്വാലിഹാത്തുകൾ? പ്രവാചകൻ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതും ഈ ദിവസങ്ങളിലുള്ള നന്മകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇല്ലാ റജുലുൻ യഖ്റുജു യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. എന്നാൽ ഒരു മനുഷ്യൻ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും അയാൾക്ക് ബലി നൽകേണ്ടി വന്നു, അല്ലെങ്കിൽ ഷഹീദ് അയാൾ കൊല്ലപ്പെട്ട മനുഷ്യരൊഴികെ അയാൾക്കതിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടാകും. അങ്ങനെ അല്ലാത്ത എല്ലാ മനുഷ്യന്മാരും ഈ അയ്യാമുൽ അശ്റിൽ ചെയ്യുന്ന മനുഷ്യന്മാരുടെ പ്രതിഫലത്തിന്റെ അടുത്തേക്ക് എത്തുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, എത്ര വലിയ പ്രതിഫലമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അങ്ങനത്തെ ഒരു വിചാരം, അല്ലെങ്കിൽ റമദാനിലുള്ളതുപോലെ ഒരു മാനസികമായ അല്ലെങ്കിൽ ഒരു ഒരുക്കം പലപ്പോഴും ഈ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. റമദാനിൽ നമ്മൾ ജമാഅത്തിന്റെ വിഷയത്തിൽ വളരെ കണിശത കാണിക്കാറുണ്ട്, ഹറാമുകൾ ചെയ്യാതിരിക്കുന്നതിൽ കണിശത കാണിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നോമ്പ് പകലിൽ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ വളരെ പുണ്യമുള്ള ദിവസങ്ങളാണ്. നന്മകൾ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സന്തോഷമുള്ള ദിവസമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജമാഅത്ത് നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളും തക്ബീറുകളും തഹ്ലീലുകളുമായിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കേണ്ട, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്.
ഉളഹിയ്യത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം ഈ ഒരു 10 ദിവസങ്ങൾക്ക് വന്നുപെട്ടത്? നമുക്കറിയാം, അതിലാണ് ഹജ്ജുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അറഫാ ദിനം ദുൽഹിജ്ജ 9-നാണല്ലോ. എന്താണ് അറഫയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ആ അറഫാ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ജൂതൻ വന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയത്തും ഫീ കിതാബിക്കും തഅരിഫൂനഹ ലൗ അലൈനാ മഅശറൽ യഹൂദ് നസൽനാഹു ലത്തഖദ്നാ ദാലിക അൽ-യൗമ ഈദ. അല്ല ഉമർ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലോ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന, ആ ആയത്ത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങളത് അവതരിച്ച ദിവസത്തെ ഒരു ഈദായി, പെരുന്നാളായിക്കൊണ്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇതൊരു ജൂതൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് എന്ന് പറയാൻ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? അയ്യു ആയത്തിൻ ഹാദിഹി, ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആയത്ത്? ആ ജൂതൻ പറഞ്ഞു കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്താണ്, സൂറത്ത് മാഇദയിലെ ആയത്ത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ച ദുൽഹിജ്ജ 10 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ച സന്ദർഭത്തിൽ അറഫയിൽ വെച്ചുകൊണ്ടാണ് ആ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. അന്നാണ് ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അഹ്കാമുകളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച ദിവസം കൂടിയാണ്. ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്ന ദിവസമാണ് അറഫ ദിവസം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്തി അഹ്ലിസ് സമാ, പിന്നെ അറഫയിലുള്ള ആളുകളെ കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തുള്ള മലക്കുകളുടെ ഫഖർ പറയുന്ന ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും പുണ്യമുള്ള ദിവസങ്ങൾ ഇതിലാണുള്ളത്. ആളുകൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഖൈറു ദുആ യൗമ അറഫ, ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങൾ അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മഹത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിട്ടുള്ളത്. മാത്രമല്ല ഹദീസിൽ കാണാം, അഫ്ളു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ, ദുനിയാവിൽ മനുഷ്യന്മാർ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ പകലിന്റെ ദിവസങ്ങൾ അത് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 13 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ അറഫ ദിവസത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, യൗമ അറഫ വയൗമുൻ നഹർ അയ്യാമു മിന ഈദുനാ അഹ്ലുൽ ഇസ്ലാം. അറഫ ദിവസവും യൗമുൻ നഹർ അഥവാ ദുൽഹിജ്ജ 10 ഈദുൽ അദ്ഹയുടെ അന്നും അതുപോലെ തന്നെ അയ്യാമു മിന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും അത് നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ ഈദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ 10 ദിവസങ്ങൾ 10ാമത്തെ ദിവസമാണ് അറവ് നടക്കാറുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ലോകത്ത് ഒരുപാട് മൃഗങ്ങളെ ബലി കൊടുക്കപ്പെടുന്ന ദിവസമാണ് ഈ യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹ് യൗമുൻ നഹർ സുമ്മ യൗമുൻ നഖർ. ഈ യൗമുൻ നഹർ അഥവാ ദുൽഹിജ്ജ 10 അന്ന് അറവ് നടക്കുന്ന ദിവസം അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ്. പിന്നീട് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതേ വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രാധാന്യം വന്നത്. വല്ലദി യദ്ഹറു സബബി ഇംതിയാസ് അശ്റിൽ ഹിജ്ജ ലിമാ കാന ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂടിയ ദിവസങ്ങളാണ്. അതിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് 1 മുതൽ 10 വരെ നോമ്പ് അനുഷ്ഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകൾ നോറ്റതായിക്കൊണ്ട് ചില ഹദീസുകൾ കാണാം.
കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. വയൗമ ആശൂറ, അതുപോലെ തന്നെ മുഹറം 10 അന്നും, വസലാസത്തൻ അയ്യാമി മിൻ കുല്ലി ഷഹർ, ഓരോ മാസവും 3 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ നോമ്പ് അതിലുണ്ട്. ഇനി അതല്ലെങ്കിലും 1 മുതൽ 10 വരെ, പിന്നെ 1 മുതൽ 9 വരെ നോൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഏതായാലും അറഫാ നോമ്പ് ഏതായാലും ഉണ്ടല്ലോ. ദുൽഹിജ്ജ 9 അന്ന് അറഫാ നോമ്പുണ്ട്. ആ നോമ്പ് ഏതായാലും നോൽക്കാം. അതുപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക ഏറ്റവും അഫ്ളലായ ദിവസങ്ങളാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറൂ ഫീഹിന്ന മിന അത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അല്ലാഹുവിന്റെ അമലുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വൽഹംദുലില്ലാഹ്, ഈ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദിവസത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഒരുങ്ങേണ്ട ഒരു സന്ദർഭം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ധാരാളമായിക്കൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങൾ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഹാജിമാർ അവിടെ അറഫയിലും അതുപോലെ തന്നെ മുസ്ദലിഫയിലും മിനായിലുമെല്ലാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അതേപോലെ തന്നെ നമുക്കും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട ദിവസമാണ്. അതുപോലെ തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങൾ നമ്മൾ തിന്മകൾ കൊണ്ട് മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശുദ്ധ റമദാൻ എപ്രകാരം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്രകാരം തന്നെ തിന്മകളെ കൊണ്ട് മലിനമാകാതിരിക്കാൻ ഈ ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്താകാ ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ദിവസങ്ങളിലോ പവിത്രമാക്കിയ സ്ഥലങ്ങളിലോ സമയങ്ങളിലോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് കൂടുതൽ കോപമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദിവസങ്ങളിൽ തിന്മകളിലേക്ക് പോകുന്നവർക്ക് മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതലായിക്കൊണ്ട് ശിക്ഷ ലഭിക്കും. മക്കയുടെയും മദീനയുടെയും പുണ്യം പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ ഹറമിൽ ഒരു തെറ്റ് ചെയ്യുന്നതും ഹറമിന്റെ പുറത്ത് തെറ്റ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. കാരണം ഹറമെന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്. പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തൊരുമാണ് തെറ്റ് ചെയ്തതും അങ്ങനെ എല്ലാത്ത സ്ഥലത്ത് തിരിഞ്ഞും തമ്മിൽ വ്യത്യാസം, ഒരു തെറ്റൊന്നായിരിക്കാം. പക്ഷേ സ്ഥലത്തിനനുസരിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം ഏറുകയും കുറയുകയും ചെയ്യും. ഇതേപോലെ തന്നെ അഫ്ളലുൽ അയ്യാം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദിവസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം വർദ്ധിക്കുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ദുൽഹിജ്ജ മാസം വന്നു കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ പോലെ തന്നെ അവർ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു എന്ന് കാണാൻ കഴിയും. വിശുദ്ധ റമദാനിലെ പ്രത്യേകിച്ചും അവസാനത്തെ 10 വേണ്ടി ആളുകൾ ഇഅ്തികാഫിലൂടെയും സ്വദഖയിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളിലൂടെ എല്ലാം ഒരുങ്ങുന്ന പോലെ തന്നെ സലഫുകളായ ആളുകൾ യഅനി ഇദാ ദഖലത്തിൽ അശ്റു ഇജ്തഹദ ഇജ്തിഹാദൻ മാ യകാദു യഖ്ദിറു അലൈഹി. സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും സഈദ് ഇബ്നു ജുബൈറിന്റെയൊക്കെ ചരിത്രത്തിൽ കാണാം, അവർ ഈ അശ്ർ അഥവാ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യ ദിവസങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ധാരാളമായി കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കും. സദഖകളും വിശുദ്ധ ഖുർആൻ പാരായണവും റമദാനിന്റെ അവസാനത്തെ 10 പോലെ തന്നെ അവർ ഈ ഇബാദത്തുകളെ കൊണ്ട് അവരെ സജീവമാക്കിയിരുന്നു എന്ന് ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അത് നമ്മുടെ മുൻഗാമികളുടെ മാർഗം പിൻപറ്റാൻ കഴിവിന്റെ പരമാവധി നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഉളഹിയ്യത്ത് അറുക്കുന്ന ആളുകൾക്കുള്ള നിയമം നമുക്കറിയാം. പ്രവാചകൻ പറഞ്ഞു, മൻ അറാദ അൻ യുളഹിയ ഫലാ യഖ്ലി മിൻ അദ്ഫാരിഹി വലാ യഹ്ലിഖ് ശൈഅൻ മിൻ ശഅരിഹി ഫി അശ്രിൽ അവ്വൽ മിൻ ദുൽഹിജ്ജ. പിന്നെ ഉളഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതിന്റെ കുടുംബനാഥൻ ദുൽഹിജ്ജ മാസത്തിലെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ നഖത്തിൽ നിന്നോ മുടിയിൽ നിന്നോ ഒന്നും തന്നെ എടുക്കാൻ പാടുള്ളതല്ല. അയാളുടെ ഉരുവിനെ അയാൾ അറുക്കുന്നത് വരെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ കാര്യം നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ്.
പ്രത്യേകിച്ചും മുടിയുടെയും അതുപോലെ തന്നെ നഖത്തിന്റെയും ഒക്കെ വിഷയം അത് ആ കുടുംബത്തിൽ എല്ലാവരും എടുക്കണം, പിന്നെ അങ്ങനെ പാലിക്കണമെന്നില്ല. ഇനി അങ്ങനെയാണ് പാലിക്കുകയാണെങ്കിൽ തെറ്റായ കാര്യമില്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇനി ആ കുടുംബനാഥൻ ആരാണോ ബലിയെറുക്കുന്നത് അയാളാണത് ചെയ്യേണ്ടത്. അത് കൃത്യമായി നമ്മൾ പാലിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉളഹിയ്യത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. നമ്മൾ കഴിവിന്റെ പരമാവധി ആളുകൾ അതിൽ ഷെയർ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടുവാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി സാന്ദർഭികമായി കൊണ്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ കറക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഫലസ്തീനിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ പിഞ്ചുമക്കളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണ്ണമായ അമ്നുള്ള നിർഭയത്വമുള്ള നാടാക്കി തീർക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.